വയലൻസ് ആഘോഷിക്കപ്പെടുന്നു. റിയൽ ലൈഫിലായാലും വിഷ്വൽ മീഡിയയിലായാലും, അതായത് സിനിമ പോലെയുള്ള പ്ലാറ്റ്ഫോമിലായാലും വയലൻസ് വളരെയധികം ആഘോഷിക്കപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ നമ്മുടെ മലയാള സിനിമാസിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന ഈ അടുത്ത സിനിമകളിലൊക്കെ ഒരുപാട് വയലൻസിനെ അതിനെ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ പോർട്രേ ചെയ്യുക എന്നൊരു സംഭവം നമ്മൾ റീസെൻ്റായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ പല ലാംഗ്വേജ് പല കൺട്രീസിൽ ബേസിൽ എക്സ്ട്രീം വയലൻറ്റ് ഫിലിംസും വെബ് സീരീസൊക്കെ ഓൾറെഡി റണ്ണിങ് ആണ് വർഷങ്ങളായിട്ട്. സോ ഈ ഒരു പാറ്റേൺ തന്നെ നമ്മുടെ മലയാള സിനിമയിലും ഈ റീസെൻറ്റ് ആയിട്ടുള്ള ഫിലിംസിലൊക്കെ നമ്മളിങ്ങനെ കണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. സോ ഈസ് ഇറ്റ് ഗുഡ് ആക്ച്വലി? ഈസ് ഇറ്റ് നല്ലതാണോ നമ്മൾ വയലൻസ് ഇങ്ങനെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആഘോഷിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ. സോ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഈസ് ദാറ്റ് വയലൻസ് ഒരിക്കലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ്സ് അറിയാലോ, ഇറ്റ്സ് ഓൾവേസ് എ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ആണ് വയലൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും അത് ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അല്ല. അതിനെ നമുക്ക് വിഷ്വൽ മീഡിയസിലൊക്കെ നമുക്ക് കാണിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിനെ ആഘോഷിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ സിനിമാസിലൊക്കെ നമ്മൾ കാണുക എന്ന് പറയുന്നത്. ഇപ്പോൾ എസ്പെഷ്യലി എനിക്ക് എടുത്ത് പറയേണ്ടത് ആ മാർക്കോ എന്നൊരു ഫിലിമാണ്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് പാർട്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ ഈസ് എ സെലിബ്രേഷൻ ഓഫ് വയലൻസ് വിച്ച് ഈസ് ആക്ച്വലി നോട്ട് അക്സെപ്റ്റബിൾ. എക്സ്ട്രീം സെൻസ് ഓഫ് വയലൻസ് ആൻഡ് ക്രൂവാലിറ്റിയാണ് ആ ഒരു ഫിലിമിലൊക്കെ കാണിക്കുക എന്ന് പറയുന്നത്. സോ ആസ് എ വ്യൂവർ ഓഫ് ദാറ്റ് ഫിലിം I personally feel that these films cannot be accepted in our society. ഒരു പബ്ലിക് എക്സിബിഷൻ ഒന്നും അനുയോജ്യമായ ഒരു ടൈപ്പ് ഓഫ് ഫിലിമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ക്രിയേറ്റിംഗ് എ സെലിബ്രേഷൻ ഓഫ് വയലൻസ്. ഇപ്പോൾ വയലൻ്റ് ആയിട്ടുള്ള ഫിലിംസ് ഒരുപാട് നമ്മൾ ഇതിനു മുമ്പ് പാസ്റ്റ് കണ്ടിട്ടുണ്ട്, പക്ഷേ ആ വയലൻസ് കൊണ്ടുള്ള ഒരു ഡിസ്ട്രക്ഷൻ അതുകൊണ്ട് ഒന്നിലേക്കും എത്തുന്നില്ല എന്നൊരു സിറ്റുവേഷനിലേക്കാണ് നമ്മുടെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതിലെ വയലൻസ് കൊണ്ട് നമ്മൾ എങ്ങും എത്തുന്നില്ല എന്ന രീതിയിൽ കാണിക്കുന്ന ഒരു ഇതാണെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ. ബട്ട് ദിസ് ഫിലിം ഇപ്പോൾ മാർക്കോ പോലുള്ള ഫിലിമൊക്കെ ആണെങ്കിൽ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് മോർ ഓഫ് എ സെലിബ്രേഷൻ. അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വയലൻ്റ് ആയിട്ടുള്ള ഫിലിംസ് ഇറക്കുമ്പോൾ അത് പ്രേക്ഷകർ കാണുന്നത് കൊണ്ടാണല്ലോ ആ ഫിലിം സക്സസ് ആകുക എന്ന് പറയുന്നത്. അതായത് ഇപ്പം മാർക്കോ പോലെയുള്ള സിനിമകൾ, അപ്പോൾ അത്തരം സിനിമകൾ നമ്മൾ ബോക്സ് ഓഫീസിൽ സക്സസ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇത് കാണാൻ എത്തുന്ന വ്യൂവേഴ്സ് ദേ സപ്പോർട്ട് സംഹൗ വയലൻസ്, അവർക്ക് വയലൻസ് ഇഷ്ടപ്പെടുന്നു എന്നതും കൂടെ നമ്മളിവിടെ ആ ഒരു സിറ്റുവേഷനും കൂടെ നമ്മളിവിടെ കണക്കാക്കേണ്ടതുണ്ട്. സോ വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമകൾ ഇറങ്ങുമ്പോൾ അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ അത് സക്സസ് ആകുന്നത്. സോ ദറ്റ് ഈസ് സംവെയർ ഒരു സൈക്കോളജി ഓഫ് ദ എൻ്റയർ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് ഹു ആർ വാച്ചിങ് ദീസ് ടൈപ്പ് ഓഫ് ഫിലിംസ് ആൻഡ് പ്രൊമോട്ടിങ് ദീസ് ഫിലിംസ് ദർ ഇസ് എ സൈക്കോളജി സംതിങ് സൈക്കോളജിക്കലി റോങ് വിത്ത് ദം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ബിക്കോസ് ഹൗ ക്യാൻ യു സപ്പോർട്ട് such kind of films which is celebrating violence? സോ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വൈ പീപ്പിൾ ഹാവ് എ ടെൻഡൻസി ടു സെലിബ്രേറ്റ് വയലൻസ്. അപ്പം നമുക്കതിൻ്റെ ഒരു റൂട്ട് കോസിലേക്ക് നമുക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ആൾക്കാർ വയലൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത്? വിച്ച് ഷോസ് ദാറ്റ് ആൾക്കാരുടെ സൈക്കോളജിയിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ അൺകോൺഷ്യസ് മൈൻഡിലൊക്കെ ഒരു പക്ഷേ ഡീപ്പ് ഇൻസൈഡ് അവർ പോലും അറിയാതെ ദേ ആർ എൻജോയിങ് വയലൻസ്. ഒരു കോൺഷ്യസ് ലെവൽ അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു അൺകോൺഷ്യസ് ലെവൽ അവർ വയലൻസ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഫിലിംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെബ് സീരീസ് പലതും ഇൻ്റർനാഷണൽ ലെവലിൽ പല വെബ് സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വിച്ച് സപ്പോർട്ട്സ് മോർ ഓഫ് വയലൻസ്. സോ വിച്ച് ഷോസ് ദാറ്റ് ആൾക്കാർ ഇത് ഇഷ്ടപ്പെടുന്നു, വ്യൂവേഴ്സ് ഇത് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഡെലിവേർഡ് ആകുന്നതെന്ന് പറയുന്നത്. So we have to look deeply into the psychology of individuals and as a humanity as a whole. എന്തുകൊണ്ടാണ് ഈ ഒരു വയലൻസിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് ആൾക്കാർ?
സോ അതിന് പ്രധാനമായ കാരണം എന്ന് പറയുന്നത് വി ഹ്യൂമൻസ് നമ്മൾ വർഷങ്ങളോളം നമ്മൾ സർവൈവ് ചെയ്തപ്പോൾ എന്ന് പറയുന്നത് ഇത്ര നാൾ നമ്മൾ സർവൈവ് ചെയ്തപ്പോൾ നമ്മൾ നൂറ്റാണ്ടുകളോളം നമ്മൾ സർവൈവൽ പാസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഹിസ്റ്ററി ഉണ്ടല്ലോ. സോ ആ ഒരു സർവൈവലിൽ നമ്മൾ ഒരുപാട് വയലൻസ് നമ്മൾ ബേസിക്കലി നമ്മൾ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നു. അതായത് നമ്മളൊരു പ്രിമിറ്റീവ് സ്റ്റേറ്റിൽ തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിമിറ്റീവ് സ്റ്റേറ്റോട്ട് ഇന്നത്തെ ഒരു പ്രസൻറ്റ് ലൈഫിലേക്ക് വരെ വരുമ്പോൾ നമ്മുടെ സർവൈവലിന് നമുക്ക് ഒരുപാട് വയലൻസ്, അതായത് നമ്മുടെ നേച്ചറുമായിട്ട് നമുക്ക് ഒരുപാട് പൊരുത്തപ്പെടേണ്ടി വന്നു. നമ്മൾ ആനിമൽസുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെ നമുക്ക് വേറെ ഹ്യൂമൻസുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ സർവൈവൽ നീഡായിരുന്നു ഒരു കുറേ കാലങ്ങൾ ആയിട്ട്. ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. ഈ സർവൈവൽ നീഡാണ് വയലൻസ് എന്ന് പറഞ്ഞൊരു ഡിഫെൻസീവ് മെക്കാനിസമായിട്ട് നമുക്ക് എപ്പോഴും ഒരു വയലൻറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് വയലൻസ് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, ഇപ്പോൾ പ്രിമിറ്റീവ് തൊട്ടാണ് ഞാൻ പറയുന്നത്, പണ്ടത്തെ കാലം തൊട്ടേ നമുക്ക് ആ ഒരു പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വയലൻ്റ് ആകേണ്ട ഒരു സിറ്റുവേഷൻ പലപ്പോഴും വന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. സോ അവർ മൈൻഡിൻ്റെ ഒരു പാസ്റ്റ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ നമ്മളൊരു ജെനറ്റിക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വി ആർ ഒരു വയലൻസിന് ഒരു സോളിഡ് റൂട്ട് നമ്മളിൽ എല്ലാവരും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വിഷ്വൽ മീഡിയാസിലൊക്കെ വയലൻസ് ഒക്കെ വരുമ്പോൾ ഒരു അൺനോയിങ്ലി ദ മെജോറിറ്റി ഓഫ് ദ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ വ്യൂവേഴ്സ് അതിനെ വയലൻസ് ഇഷ്ടപ്പെടുന്നു, അത് എൻജോയ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫിലിംസും വെബ് സീരീസൊക്കെ സക്സസ് ആകുന്നത്. ഈ OTT പ്ലാറ്റ്ഫോം ആണെങ്കിലും സിനിമ തിയേറ്റേഴ്സിലാണെങ്കിലും സക്സസ് ആകുന്നത് ദി വ്യൂവേഴ്സ് ആർ സംഹൗ എൻജോയിങ് ദ വയലൻസ്. സോ വൺ തിങ് ഈസ് ദാറ്റ് നമ്മുടെ ലൈഫിൻ്റെ ഒരു സർവൈവലിന് വേണ്ടി നമുക്ക് ആ ഒരു വയലൻസ് നമ്മൾ ആയിട്ടൊരു പൊരുത്തപ്പെട്ട ഒരു അവസ്ഥയാണ് നമ്മുടെ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത്. സംഹൗ വി വെയർ ഓൾ വയലൻറ്റ് ഇൻ അവർ ലൈഫ് ഫോർ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു ഡിഫെൻസീവ് മെക്കാനിസമായിട്ട് നമുക്ക് വയലൻസ് വേണ്ടി വന്നു. സോ വയലൻസ് ഹാസ് എ റൂട്ട് കോസ് ഇൻ അവർ മൈൻഡ്, ഇൻ അവർ ജെനറ്റിക്സ്. ആൻഡ് വൺ മോർ ആൻഡ് അതർ ഫാക്ടർ ഈസ് ദാറ്റ് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഒരു കൾച്ചർ എന്നൊക്കെ പറയുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് നമ്മുടെ ലവ്, കമ്പാഷൻ, ഒരു പീസ്ഫുൾ സ്റ്റേറ്റ് നമുക്ക് നോർമലി ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ളതല്ല നമ്മുടെ നിലവിലെ നമ്മുടെ സൊസൈറ്റി, എഡ്യൂക്കേഷൻ സിസ്റ്റം, കൾച്ചർ എന്നൊക്കെ പറയുന്നത്. ദേ ആർ സംഹൗ ആക്ച്വലി നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, നമ്മളെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നു, നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ്. അങ്ങനെ നമുക്കൊരു പീസ്ഫുൾ സ്റ്റേറ്റിൽ ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പാറ്റേണൊക്കെ നോക്കുമ്പോൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ട്, വളരെ ടെൻഷനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടാതെ ചെയ്യേണ്ട പല കാര്യങ്ങളാണ്. ഇപ്പം നമ്മളൊരു 1ാം ക്ലാസ് തൊട്ട് ഒരു 10ാം ക്ലാസ് വരെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും, ഇപ്പം പല സബ്ജക്റ്റുകളും നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാറുണ്ട്, പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതല്ല. ഇറ്റ്സ് ലൈക്ക് സംഭവം യു ആർ ഫോഴ്സ്ഡ് ടു ലേൺ സംതിങ്. നമുക്ക് കുറേ സാധനങ്ങൾ തരുന്നു, നമ്മളത് പഠിക്കുക, പരീക്ഷയ്ക്ക് പോവുക, അങ്ങനെ ഇറ്റ്സ് ലൈക്ക് വി ഹാവ് ടു ഡു ദിസ്, അതർവൈസ് ഇറ്റ്സ് ലൈക്ക് എ സർവൈവൽ പോലെയാണ് അതെന്ന് പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് അവിടെ ഒരു പ്രസക്തിയൊന്നുമില്ല. നിങ്ങളിത് പഠിച്ചേ പറ്റൂ, പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം പാസ്സാകാൻ പറ്റുള്ളൂ, അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ രീതിയിലല്ല, ഇതൊരു കളക്റ്റീവായിട്ട് എല്ലാവർക്കും ഇത് ചെയ്യണം. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം, പക്ഷെ ഒരു ഭൂരിപക്ഷം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അതും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ എന്ന് ഇല്ല. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആകേണ്ട ഒരാൾ, അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ ആകേണ്ട ആൾ ഒരുപാട് ബയോളജി, ഒരുപാട് ഫിസിക്സ് അതൊക്കെ ഡീപ്പായിട്ട് പഠിച്ചിട്ട് ഒരുപാട് അൺനെസസറി ആയിട്ട് നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ, ബേസിക്സ് ആയിട്ടുള്ളത് വേണം. ബേസിക്കായിട്ട് നമുക്ക് ബേസിക് എഡ്യൂക്കേഷൻ പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം നമ്മൾ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് മെയിനാണ് ഇംഗ്ലീഷ്. പിന്നെ നമ്മൾ നേറ്റീവ് ലാംഗ്വേജ് ഓട്ടോമാറ്റിക് നമ്മൾ പഠിക്കും. മെയിനായിട്ട് നമ്മൾ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുക. അത് സംസാരിക്കുന്ന അതിൽ വലിയ സംസാരം, അത്യാവശ്യം ടോക്ക് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ജസ്റ്റ് ബേസിക്കായിട്ടുള്ള ബേസിക് ബയോളജി അല്ലെങ്കിൽ ബേസിക് ഫിസിക്സ്, ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മതി. ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് ഇങ്ങനെ അൺനെസസറി ആയിട്ട് നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ വെറുതെ ഉണ്ട്, ഇങ്ങനെ ജോഗ്രഫി മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ്. ഇതൊന്നും വേണ്ടെന്നല്ല. വാട്ട് മാറ്റേഴ്സ് ഈസ് ആ ഒരു വ്യക്തിക്ക്, ഓരോ വ്യക്തികളുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. കാരണം ഒരു മ്യൂസീഷ്യൻ ആകാൻ താല്പര്യമുള്ള അയാൾ മ്യൂസിക്കിൻ്റെ ഡെപ്തിലേക്ക് പോകണം.
ഒരു കൊച്ചിലെ തൊട്ട് അയാൾക്ക് മ്യൂസിക്കാണ് താല്പര്യമെങ്കിൽ അയാളെ ക്ലാസിക്കൽ മ്യൂസിക്കിന് ഉള്ളൊരു പ്രൊഫഷണൽ രീതിയിൽ അയാളുടെ സ്കൂൾ എഡ്യൂക്കേഷൻ പോകണം. ഹി ഹാസ് ടു ഗോ ഡീപ്പർ ആൻഡ് ഡീപ്പർ ഇൻ ടു മ്യൂസിക്, വെസ്റ്റേൺ പലതരം ഡിഫറെൻറ്റ് മ്യൂസിക്കിലേക്ക് എക്സ്പ്ലോർ ചെയ്യുക. അതിൻ്റെ ഇലക്ട്രോണിക് മ്യൂസിക് ഉണ്ട്, അങ്ങനെ പലതുണ്ട്. അങ്ങനെ മ്യൂസിക്കിൻ്റെ ഡെപ്തിലേക്ക് അയാളെ കൊണ്ടുവരിക. ബാക്കിയൊക്കെ ജസ്റ്റ് അൺനെസസറി ആണല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള. അദ്ദേഹത്തിന് എസെൻഷ്യലായിട്ട് സർവൈവലിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിക്കുക, അല്ലെങ്കിൽ ബേസിക് ബയോളജിയൊക്കെ അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് ഓവർലോഡായിട്ട് നമ്മൾ കൊടുക്കാൻ പാടില്ല. സോ അങ്ങനെ നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി റോങ് ആണ്. നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ മൊറാലിറ്റി പഠിപ്പിക്കുക, മോറൽ സയൻസ് എന്ന് പറഞ്ഞ പോലെ നമ്മളെ മൊറാലിറ്റി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്കിപ്പം എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ മോറൽ സയൻസ് എന്നൊക്കെ പറഞ്ഞു, അതായത് ഇങ്ങനെ ലവ്, യു ഷുഡ് ഫീൽ ലവ് ടുവേർഡ്സ് എവരി വൺ, എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക, എല്ലാവരോടും കമ്പാഷൻ തോന്നുക, നമ്മളെപ്പോഴും സമാധാനമായിട്ടിരിക്കുക. ലവ്, കമ്പാഷൻ, പീസ് ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള നാച്ചുറൽ സിറ്റുവേഷൻസ് വേണം. ഇപ്പം നമുക്ക് പൊതുവേ അറിയാവുന്ന ഇതാണ്, നമുക്ക് നമ്മുടെ സമൂഹത്ത് എപ്പോഴും ഒരു സെക്സ്വൽ ഫ്രീഡം ഒന്നുമില്ല. സോ ഈ സെക്സ്വൽ ഫ്രീഡം ഇല്ലാത്തിടത്തോളം കാലം ലവ് എന്ന് പറഞ്ഞൊരു സംഭവം ഓൾവേസ് ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വ്യക്തി ഒരു സെക്സ്വലി മെച്യൂർ ആകുക എന്ന് പറയുന്നത് ഒരു 13 ഇയർ ആ ഒരു ഏജിലൊക്കെ ആയിരിക്കും. സോ ആ ഏജ് തൊട്ട് അയാൾക്കൊരു സെക്സ്വൽ എക്സ്പ്ലോറേഷനോ അയാൾക്കൊരു പാർട്ട്ണറിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു നോർമൽ സിറ്റുവേഷനൊന്നും നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സിസ്റ്റം ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ അയാളുടെ സെക്സ്വൽ എനർജി, സെക്സ്വൽ നീഡ്സ് ഒക്കെ റിപ്രസ്ഡ് ആയി കിടക്കും ഓട്ടോമാറ്റിക്കലി. അതോടൊപ്പം തന്നെ അയാളുടെ ലവും അവിടെ ബ്ലോക്ക് ആവുന്നത്. കാരണം സെക്സിൽ എന്ന് പറയുന്ന ഒരു ബേസ് ആണ്. സെക്സിൽ നിന്നാണ് നമ്മൾ ലവിലേക്ക് പോകുകയെന്ന് പറയുന്നത്. ലവ് ഇസ് സംഹാൻ എ ഹയർ നീഡ്. അപ്പോൾ സെക്സിൽ തുടങ്ങി അത് ഓട്ടോമാറ്റിക്കലി ലവിലേക്ക് പോകുന്നൊരു ഘട്ടമാണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റി ടീച്ച് ചെയ്യുന്ന എന്താണ്, നമ്മൾ സ്നേഹം മാത്രം നല്ലതാണ്, സ്നേഹിക്കാൻ പഠിക്കുക, ലസ്റ്റ് ചീത്തയാണ്, സെക്സ് ചീത്തയാണ്. അങ്ങനെയല്ല. സെക്സ് ഈസ് സംതിങ് നേച്ചർ ഹാസ് ഗിവൻ ടു അസ്. നേച്ചർ നമുക്ക് തന്നിട്ടുള്ളൊരു കാര്യമാണ് സെക്സ് എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ നിഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ലവിലേക്ക് പോകാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് കോൺട്രാഡിക്ഷൻസ്, ഓപ്പോസിറ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കോൺട്രാഡിക്ഷൻസ് ആണ് നമ്മുടെ സിസ്റ്റം, നമ്മുടെ കൾച്ചർ നമ്മളെ ടീച്ച് ചെയ്യിക്കുക എന്ന് പറയുന്നത്. സോ വെൻ യു ഡോണ്ട് അലോ ദ നാച്ചുറൽ ഫ്ലോ ഓഫ് എനർജി ലൈക്ക് സെക്സ്, ലവ്, ഇതൊക്കെ ഒരു ഈസി ആയിട്ട് സ്റ്റിൽ പീപ്പിൾ ആർ എൻഗേജിങ് ഇൻ സെക്സ് ആൻഡ് ലവ് റിലേഷൻഷിപ്പ്. പക്ഷേ അതൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ടി ഇട്ട്, ഒരുപാട് നമ്മൾ പാരൻസിനെ പേടിച്ച്, സൊസൈറ്റിയെ പേടിച്ച്, ഒരുപാട് എഫേർട്ട് ഇട്ടാണ് നമ്മൾ ഈ സെക്സും ലവിലോട്ടൊക്കെ ഒരു കല്യാണത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടങ്ങളിലൊക്കെ ടീനേജ് കുട്ടികളൊക്കെ ആണെങ്കിലും പോകുക എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ബേസിക് ലവിലേക്കും പീസിലേക്കും പോകുന്ന കാര്യങ്ങളാണ് ഈ റിലേഷൻഷിപ്സ് എന്നൊക്കെ പറയുന്നത്. സോ ഇതിനെയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പീപ്പിൾ ഡോണ്ട് ഹാവ് എന്താ പറയുക, അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പം പീപ്പിൾ ഫീൽ ബോർ, പീപ്പിൾ ഫീൽ ഫ്രസ്ട്രേറ്റഡ്, ദേ സംഹൗ നീഡ് എ കിക്ക്, ഒരു ഹൈ അവർക്ക് കിട്ടണമല്ലോ. അങ്ങനെ ഒരു ഹൈ തേടി പോകുമ്പോഴാണ് പലരും ഡ്രഗ്സിലേക്ക് പോകുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വയലൻ്റ് ആയിട്ടുള്ള മൂവീസ്, വെബ് സീരീസ് അതിലോട്ടൊക്കെ ഒരുപാട് എൻഗേജ്ഡ് ആയി പോവുക, വയലൻസ് പ്രാക്ടിക്കലാക്കാൻ നോക്കും. ഇതൊക്കെ കണ്ടിട്ട് റിയൽ ലൈഫിൽ വയലൻസ് കൊണ്ടുവരാൻ തോന്നുക. ഈ ഡ്രഗ്സൊക്കെ അടിച്ച് ഒരു ബോധമില്ലാത്ത സമയത്തായിരിക്കും പലരും പല വയലൻ്റ് ആക്ട്സിലൊക്കെ ഏർപ്പെടുക എന്ന് പറയുന്നത്. സോ ലവിനും പീസിനും ഉള്ള ആ ഒരു നാച്ചുറൽ ഫ്ലോ ഇനി ബ്രേക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി പീപ്പിൾ ഗോ ഇൻ ടു ഡ്രഗ്സ്, വയലൻസ്, അങ്ങനെയുള്ള ക്രൈംസിലോട്ടൊക്കെ പോകുന്നു. ബിക്കോസ് പീപ്പിൾ ആർ സംഹൗ സെർച്ചിങ് എ ഹൈ. അവർക്ക് നോർമൽ ലൈഫ് ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, അതിൽ ആങ്കർ വരുന്നു, ദേഷ്യം വരുന്നു, മടുപ്പ് വരുന്നു. ആ ഒരു മടുപ്പിൻ്റെ അങ്ങനെ ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് ഒരു പോയിന്റിൽ അത് അൺനോയിങ്ലി കമ്മിറ്റ് മർഡേഴ്സ്, പീപ്പിൾ കമ്മിറ്റ് മർഡർ, വയലൻസ്. സോ ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു സ്ട്രക്ചറും എഡ്യൂക്കേഷൻ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ആണ്. സോ കൂടുതൽ ലവ് ചെയ്യാനും പ്രണയിക്കാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ നമ്മുടെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൊച്ചിലെ തൊട്ടേ ആ ഒരു ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള കണ്ടീഷനിങ്, ആ ഒരു ഡിവിഷൻ വളരെയധികം ഇപ്പോഴും നിലവിലുണ്ട്. കാരണം നമ്മൾ ആ ഒരു കണ്ടീഷനിങ് ഉണ്ട്. ഇപ്പോൾ ഒരു 13 വയസ്സില്ലെങ്കിൽ ഒരു സെക്സിലി മെച്ചൂർ വന്ന സമയത്തൊക്കെ പൊതുവേ കുട്ടികളെ ടീച്ച് ചെയ്യുന്നതാണ്. അതായത് ആണുങ്ങളോട് മിണ്ടുക, പെണ്ണുങ്ങളോട് തന്നെ പെണ്ണുങ്ങളുടെ കൂടെ തന്നെ ഇടപെട്ട് പോവുക. ഒരാണും പെണ്ണും തമ്മിലുള്ള ഡിവിഷൻ ഒരു അൺനോയിങ്ങിലി എല്ലാവരിലും, ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഒരു കണ്ടീഷനിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ പുറങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു ആണിനെ വിളിച്ചിട്ട് പറയാം നമുക്കൊന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നടക്കും.
ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. പക്ഷെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ഹെസിറ്റേഷൻ കാണും, വീട്ടിൽ എന്ത് പറയും, ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ. പിന്നെ ഒരുപാട് ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ധൈര്യമൊക്കെ വന്നിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ ഒരു ഈസി ആയിട്ട് ഒരു ആണിനും പെണ്ണിനും സ്റ്റിൽ നമ്മുടെ ആ ഒരു നാട്ടിൻപുറങ്ങളിലൊക്കെ ഇറ്റ്സ് സ്റ്റിൽ ഡിഫിക്കൽട്ടാണ് ആ ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളും. പിന്നെ ഈ സെക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് ഒളിച്ചും പാത്തുമൊക്കെയാണ് ചെയ്യുന്നത്. സോ ലവ് ആൻഡ് സെക്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഹിൻഡ്രൻസ് നമ്മുടെ പാരൻസ്, സൊസൈറ്റി, കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ലവ് ചെയ്യാനും ഉള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആകുമ്പം എനർജി ബിക്കംസ് ഡിസ്ട്രക്റ്റീവ്. സോ നോർമലി ഇപ്പോൾ ലവിലോട്ടും സെക്സിലോട്ടൊക്കെ പോകുമ്പോൾ എനർജി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റീവ്, ഒരു കമ്പാഷൻ, ഒരു പീസ്ഫുൾ ലെവലിലേക്കോട്ടൊക്കെ പോകുന്ന എനർജി ഓട്ടോമാറ്റിക്കലി ആ ഒരു പീസ്ഫുൾ സ്റ്റേറ്റിലേക്ക് പോകും. വെൻ യു ബ്ലോക്ക് ദീസ് തിങ്സ്, ആ ലവിങ് എനർജിയൊക്കെ ബ്ലോക്ക് ആകുമ്പോഴാണ് our energy moves towards destructive levels, ഒരു ഡിസ്ട്രക്റ്റീവ് ഏരിയാസിലോട്ടൊക്കെ നമ്മുടെ എനർജി പോകുക എന്ന് പറയുന്നത്. ലൈക്ക് വയലൻസ്, ക്രൈമൊക്കെ വരുന്നത് ഈ ആ ഒരു എനർജി കനോട്ട് ബി സ്റ്റാറ്റിക്. എനർജി ഹാസ് ഓൾവേസ് ടു ബി മൂവിങ്. ഇറ്റ് ക്യാൻ മൂവ് ഐദർ ടുവേർഡ്സ് എ ക്രിയേറ്റീവ് ലെവൽ ഓർ എ ഡിസ്ട്രക്റ്റീവ് ലെവൽ. സോ ക്രിയേറ്റിവിറ്റിയിലോട്ടൊന്നും നമുക്ക് എനർജി പോകാൻ സാധിക്കാതെ വരുമ്പോൾ ഇറ്റ് ഓട്ടോമാറ്റിക്കലി മൂവ്സ് ഇൻ ടു ഡിസ്ട്രക്റ്റീവ് ലെവൽസിലേക്ക് എനർജി പോകും. സോ അങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു വയലൻറ്റ് നേച്ചർ ഒരുപാട് എക്സിബിറ്റ് ആകുക നമ്മുടെ സമൂഹത്തിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ആണെങ്കിലും നമുക്കറിയാമല്ലോ, റീസെൻ്റ്ലി സ്കൂൾ കുട്ടികൾ ചേർന്ന് അവരുടെ ഒരു ഫ്രണ്ടിനെ മർഡർ ചെയ്തു. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ സംഭവിക്കും. ബിക്കോസ് വെൻ ദ സിസ്റ്റം ഈസ് റോങ്, ദ പീപ്പിൾ ഹൂ ആർ ലീവിങ് ഇൻ ദ സിസ്റ്റം ഓൾസോ ടെൻ ടു ബി റോങ്. അങ്ങനൊരു സാഹചര്യമാണ് നമുക്കിവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത്. സോ ഇതിനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടുക, നമ്മുടെ ലൈഫ് എനർജി ക്രിയേറ്റിവിറ്റിയിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, കൂടുതൽ ക്രിയേറ്റീവ് ആകുക, ക്രിയേറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്യുക, ലവ് ആൻഡ് സെക്സ് ഒക്കെ കുറച്ചുകൂടെ ഈസി ആൻഡ് പോസിബിൾ ആക്കുക, അതിനുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് മെഡിറ്റേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പീസ്ഫുൾ സ്റ്റേറ്റ്, നമ്മുടെ വയലൻസിനെയൊക്കെ നമുക്ക് മാറ്റാൻ. കാരണം ഈ ഒരു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ ഇപ്പോഴും ഉണ്ട്. ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് വയലൻസ് കിടപ്പുണ്ട്. സോ ആ ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിലുള്ള വയലൻസിനുള്ള ടെൻഡൻസിയെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മെഡിറ്റേഷനിലൂടെ മാത്രമേ നമുക്കൊരു പീസ്ഫുൾ, എക്സ്റ്റാറ്റിക്, ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് ഓഫ് ലൈഫ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. സോ മെഡിറ്റേഷനൊക്കെ ഒരുപാട് ട്രൈ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കൊരു പീസ്ഫുൾ ഹ്യൂമാനിറ്റി ഒരു പീസ്ഫുൾ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതർവൈസ് ഈ ഒരു വയലൻസ് കൂടുതൽ പ്രൊമോട്ടഡ് ആകുക എന്നതായിരിക്കും സംഭവിക്കുക എന്ന് പറയുന്നത്. ബിക്കോസ് വെൻ പീപ്പിൾ കനോട്ട് ലവ്, വെൻ പീപ്പിൾ കനോട്ട് ബി കമ്പാഷനേറ്റ്, ബി പീസ്ഫുൾ, ബി ക്രിയേറ്റീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദ എനർജി ടെൻസ് ടു ബി ഡിസ്ട്രക്ഷനിലേക്ക് എനർജി പോകും. ബിക്കോസ് എനർജി കനോട്ട് ബി സ്റ്റാറ്റിക്. സോ ഇറ്റ്സ് നീഡ് അവയർനെസ് ഫ്രം ദ ഒരു സിസ്റ്റത്തിന് തന്നെ ഒരു ചേഞ്ച് കംപ്ലീറ്റ്. നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് മാറിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു പീസ്ഫുൾ സ്റ്റേറ്റ്, ലവിങ് ഹ്യൂമാനിറ്റിയെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കുറേ മോറൽ സയൻസ്, മൊറാലിറ്റി, നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങൾ വയലൻസ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വയലൻസ് ഈസ് ഓൾറെഡി വിത്തിൻ അസ്. അതിനെ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നത്. സോ അൺലെസ് യു റിമൂവ് വയലൻസ് സയൻറ്റിഫിക്കലി, വിച്ച് ഈസ് മെഡിറ്റേഷനിലൂടെയാണ് നമുക്ക് ആ ഒരു അൺകോൺഷ്യസിനെ ക്ലീൻ ചെയ്യുക. സോ മെഡിറ്റേഷനിലൂടെയാണ് നമുക്ക് നമ്മുടെ ആ ഒരു വയലൻസിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിലുള്ള നമ്മുടെ ആ ഒരു ഹിഡൻ വയലൻസിനെ നമ്മൾ കോൺഷ്യസ് ലെവലിൽ നമ്മൾ നോട്ടബിൾ ആയിരിക്കില്ല. ബട്ട് നമ്മുടെ ആ ഒരു സർവൈവൽ ഹെറിറ്റേജ് നമുക്ക് ഉണ്ടല്ലോ, നമ്മുടെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്, നമ്മൾ ഇത്ര നാളത്തെ ആ ഒരു സർവൈവൽ നേച്ചർ അനുസരിച്ച് നമുക്ക് വയലൻസ് ഇല്ലാതെ പറ്റില്ലായിരുന്നു. സോ ഇറ്റ്സ് റൂട്ടഡ് ഇൻ അവർ അൺകോൺഷ്യസ് സ്റ്റേറ്റ്. സോ ഇതിനെയൊക്കെ റിമൂവ് ചെയ്യുക, ഈ ഒരു അൺകോൺഷ്യസ് വയലൻസിനെയൊക്കെ റിമൂവ് ചെയ്ത് ഒരു പീസ്ഫുൾ സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ മെഡിറ്റേഷനൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ആക്കണം. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം മെഡിറ്റേഷൻ മസ്റ്റ് ആയിരിക്കണം, നമ്മുടെ കമ്മ്യൂണിറ്റീസിലൊക്കെ. Otherwise, people tend to be violent, people tend to be angry. അങ്ങനെ ആ ഒരു ക്രിമിനൽ ടെൻഡൻസീസ് ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ യു നീഡ് എ പ്യൂരിഫിക്കേഷൻ ഓഫ് യുവർ കോൺഷ്യസ്നെസ്സിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുക എന്നതാണ് മെഡിറ്റേഷൻ കൊണ്ടുള്ള ആ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. കോൺഷ്യസ്നെസ്സിനെ ട്രാൻസ്ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ബെറ്റർ ഹ്യൂമാനിറ്റി, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഹ്യൂമാനിറ്റി, ഒരു ലവിങ് ഹ്യൂമാനിറ്റി, ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.
അല്ലാതെ ഈ മൊറാലിറ്റി പറഞ്ഞ് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. നമുക്ക് നോൺ വയലൻസും ലവ് ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ഔട്ട് ഓഫ് യുവർ ഇന്നർ ബീയിങ്. നമ്മുടെ ഉള്ളിൽ നിന്ന് തനിയെ തോന്നേണ്ട ഒരു കാര്യമാണ് നമുക്ക് കമ്പാഷനും ലവും പീസും എന്ന് പറയുന്നത്. സോ യു നീഡ് ടു ചേഞ്ച് ദ എൻറ്റയർ സ്ട്രക്ചർ. നമ്മുടെ ആ ഒരു ലൈഫിൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു ഹ്യൂമാനിറ്റിയെ മൊത്തത്തിൽ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. So we have to go into the root cause. The root cause is the system is wrong. So സിസ്റ്റത്തെ മാറ്റുന്നതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഹ്യൂമാനിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. സോ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. സോ അടുത്ത വീഡിയോയിൽ നമുക്കിനി കണ്ടുമുട്ടാം.